പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ഒരു കാലഘട്ടമാണല്ലോ വലിയ നോമ്പ് കാലം. ഈ നോമ്പ് കാലം തപസ് കാലം എന്നാണ് അറിയപ്പെടുന്നത്. താപസ ചൈതന്യം അത് നമ്മളുടെ ജീവിതത്തിലുടനീളം, പ്രത്യേകിച്ച് ആരാധനക്രമത്തിൽ ഒരു താപസ ചൈതന്യം നോമ്പ് കാലത്ത് വിവിധ സഭാ പാരമ്പര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലിറ്റർജിക്കൽ ഓസ്റ്റീരിറ്റി എന്ന് പറയും. ആരാധനക്രമ ലാളിത്യം, കഠിന വ്രതാനുഷ്ഠാനങ്ങൾ. നോമ്പ് കാലത്ത് കൂടുതൽ ലളിതമായ പ്രാർത്ഥനാ രീതികളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, വലിയ ആഘോഷങ്ങൾ നടത്താറില്ല. വിവാഹാഘോഷങ്ങളില്ല, അല്ലെങ്കിൽ പട്ടം കൊടുക്കൽ ശുശ്രൂഷകളില്ല. വലിയ ആഘോഷങ്ങൾ നോമ്പ് കാലത്ത് നടത്താറില്ല. അതിന് കാരണം ഇതൊരു താപസ കാലമാണ്, ഒരു തപസ്സിൻ്റെ പ്രാർത്ഥനയുടെ കാലമാണ്, ലാളിത്യത്തിൻ്റെ കാലമാണ്. വിവിധ സഭകളിൽ നമുക്കറിയാവുന്നതുപോലെ നോമ്പ് കാലത്ത് ഒട്ടേറെ നിയന്ത്രണങ്ങൾ പല കാര്യങ്ങളിലുണ്ട്. നോ ബെൽസ് ആൻഡ് സ്മെൽസ് എന്ന് പറയാറുണ്ട് ലാറ്റിൻ ചർച്ചിൽ. നോമ്പ് കാലത്ത് മണി അടിക്കാറില്ല. ഇൻസെൻസ്, ധൂപത്തിൻ്റെ ഉപയോഗം വളരെ പരിമിതമാണ്. പൂക്കൾ വളരെ പരിമിതമാണ്, കുറവാണ്. ഓർഗൻ, അതിൻ്റെ അക്കമ്പനിമെൻ്റ്, ഓർഗൻ വായിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഗ്ലോറിയ, ദൈവസ്തുതി ഗീതം, അത് ആലപിക്കാറില്ല. ഹല്ലേലൂയ ആലപിക്കാറില്ല. തിരുവസ്ത്രങ്ങൾക്ക് കറുത്ത നിറം അല്ലെങ്കിൽ വയലറ്റ് നിറം. അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ നോമ്പ് കാലത്ത് 5-ാം ഞായറാഴ്ച മുതൽ തിരുസ്വരൂപങ്ങൾ മറച്ചു വച്ചിരുന്നു. കാരണം അത് മധ്യയുഗങ്ങളിലൊക്കെ ഉണ്ടായ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. അതായത് ഫാസ്റ്റ് ആൻഡ് ടൂഹ് എന്ന് പറയും, ജർമ്മനിയിൽ ആരംഭിച്ചതാണ്. അതായത് നോമ്പ് കാലത്ത് മധുഭാവം തന്നെ മുഴുവനും വിരിയിട്ട് മറച്ചിരുന്നു. കാരണം ഈ മാമോദിസാർത്ഥികൾ പള്ളിയിലുള്ള വിശുദ്ധരുടെ സ്വരൂപങ്ങളൊന്നും കാണാതിരിക്കുവാൻ വേണ്ടി അതിപ്പോൾ കാണേണ്ട കാര്യമില്ല, അവർ മാമോദിസ സ്വീകരിച്ചിട്ട് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു തിരുസ്വരൂപങ്ങൾ പോലും ഒരു ധ്യാനനിരതമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത് ഐച്ഛികമാക്കിയിരിക്കുകയാണ്. അങ്ങനെ നോമ്പ് കാലത്ത് ലാറ്റിൻ ട്രഡീഷനിൽ വളരെയധികം ഓസ്റ്റിയറായ രീതി എന്ന് പറഞ്ഞാൽ വളരെ താപസ തരത്തിലുള്ള ആചരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൗരസ്ത്യ സഭകളിലേക്ക് കടക്കുമ്പോൾ ഗ്രീക്ക് സഭകളിൽ അവിടെയും ഇതുപോലെ തിരുവസ്ത്രങ്ങളുടെ നിറം കറുത്തതോ വയലറ്റോ ഉപയോഗിക്കുന്നതാണ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ കുമ്പിട്ടുള്ള പ്രാർത്ഥനകൾ, സെൻറ്റ് എഫ്രേമിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന, കുമ്പിട്ട് പ്രൊസ്ട്രേഷൻസ്, കൂടുതൽ കുമ്പിട്ടുള്ള പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. കുർബാന അർപ്പണത്തിലേക്ക് കടക്കുമ്പോൾ നോമ്പ് കാലത്ത് ഞായറാഴ്ചകൾ മാത്രമാണ് കുർബാന ഉള്ളത്. ശനിയാഴ്ച ഉള്ളപ്പോൾ മാർ ക്രിസോസ്റ്റോമിൻ്റെ അനാഫ്ര ആണ് പ്രാർത്ഥിക്കുന്നത്. ഞായറാഴ്ച സെൻറ്റ് ബേസിൽ അതിൻ്റെ അനാഫ്രയാണ് പ്രാർത്ഥിക്കുന്നത്. ഇട ദിവസങ്ങളിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും പ്രീ സാൻറ്റിഫൈഡ് ലിറ്റർജി, നേരത്തെ കുർബാന ഞായറാഴ്ചത്തെ കുർബാനയിൽ വാഴ്ത്തിയ ആ തിരുശരീരം അത് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി സ്വീകരിക്കുന്ന ആ കർമ്മം അവർക്കുണ്ട്. അങ്ങനെ നോമ്പ് കാലത്ത് വാസ്തവത്തിൽ കുർബാന അർപ്പിക്കുന്നതിൽ പോലും വളരെ ലാളിത്യം അവർ കാണിക്കുന്നു. കാരണം കുർബാന ഒരു ആഘോഷകരമായ കാര്യമായതുകൊണ്ട് അതിൽ തന്നെ അവർ പരിമിതികൾ വരുത്തുന്നുണ്ട്. നമ്മളുടെ സഭയിലേക്ക് കടക്കുമ്പോഴും ഇതുപോലെയുള്ള വളരെ പ്രകടമായ കാര്യങ്ങൾ കുറവാണ്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ കുർബാന ടെക്സ്റ്റിൽ ഇതിന് തൊട്ടുമുമ്പുള്ള ഈ പരിഷ്കരണത്തിന് തൊട്ടുമുമ്പുള്ള ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ചില പ്രാർത്ഥനകൾ നോമ്പ് കാലത്ത്, ചില നീണ്ട പ്രാർത്ഥനകൾക്ക് പകരം ചെറിയ പ്രാർത്ഥനകൾ, കർത്താവേ അങ്ങയുടെ വലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നല്ലോ, ആ പ്രാർത്ഥന നോമ്പ് കാലത്ത് ചൊല്ലുന്നില്ല. അതിന് പകരമായി കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. നമ്മുടെ പുതിയ കുർബാന പരിഷ്കരിച്ച ടെക്സ്റ്റിൽ ഈ നോമ്പിൻ്റെ പരാമർശം കാണുന്നില്ല. അതേസമയം തന്നെ നമ്മളുടെ യാമപ്രാർത്ഥനകളിൽ, റംസ, അതിൻ്റെ സായാഹ്ന നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ കാറസൂസ നോമ്പ് കാലത്ത് ചെല്ലുവാനായിട്ട് പറയുന്നുണ്ട്. അപ്പം നോമ്പിൻ്റെ ആ ഒരു പരാമർശം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഈ രണ്ടാമത്തെ കാറസൂസ ചെല്ലുമ്പോഴും വാസ്തവത്തിൽ നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഒരു പ്രോസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കാറസൂസകളുടെ ആദ്യ രൂപം അതായിരുന്നു. ഒരു ഇൻറ്റൻഷൻ, ഒരു നിയോഗം ഡീക്കൻ പ്രസ്താവിച്ച് കഴിയുമ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മുട്ടുകുത്തി നിന്ന് എന്ന് പറഞ്ഞാൽ കുമ്പിട്ട് ആചാരം ചെയ്ത് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, മലങ്കര അന്ത്യോക്യൻ പാരമ്പര്യങ്ങളെല്ലാം
കൂടുതൽ മുട്ടുകുത്തുന്ന പ്രാർത്ഥനയുണ്ട്. നമുക്കറിയാം കുരിശിൻ്റെ വഴി സിലുവാപാതയിലും കുമ്പിട്ട് ആരാധിക്കുന്നു, മുട്ടുകുത്തുന്ന അല്ലെങ്കിൽ പ്രോസ്ട്രേഷൻ, സാഷ്ടാംഗ പ്രണാമം കാണാൻ സാധിക്കും. നമ്മളുടെ ഈ ആരാധനക്രമത്തിലും ഇതുപോലെ ലാളിത്യം കുറേയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. പൂക്കളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ബെൽസ്, മസ്കനീസ എന്ന് പറയുന്ന മണി ഉപയോഗിക്കുന്നതിൽ, അതുപോലെ തന്നെ വളരെ താളമേളങ്ങളുള്ള ട്യൂണുകൾ ഒഴിവാക്കി കുറേ ലളിതമായ ട്യൂണുകളിൽ കുർബാന, തൂയ ട്യൂണിൽ തന്നെ കുർബാന അർപ്പിക്കാൻ സാധിക്കും. നമ്മളുടെ തിരുവസ്ത്രങ്ങൾക്ക് പ്രത്യേകമായ കളറ് പ്രത്യേകമായിട്ട് നമ്മളുടെ സഭയിൽ നിഷ്കർഷിച്ചിട്ടില്ല. നമ്മുടെ പാരമ്പര്യങ്ങളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുകയില്ല. എങ്കിലും ലളിതമായ രീതിയിലുള്ള തിരുവസ്ത്രങ്ങൾ, വലിയ പകിട്ടില്ല, കുറഞ്ഞ അങ്ങനെയൊക്കെയുള്ള തിരുവസ്ത്രങ്ങൾ. നോമ്പ് കാലത്തിൻ്റെ പ്രാർത്ഥനകളിൽ പോലും ആ നോമ്പിൻ്റെ ഒരു ചൈതന്യം, ഒരു ലാളിത്യം അത് വരുത്തുവാനുള്ള ക്രമീകരണങ്ങൾ എല്ലാ സഭകളിലും ഉണ്ട്. അപ്പോൾ നമ്മളുടെ സഭയിലും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് നോമ്പിൻ്റെ ചൈതന്യം വ്യക്തമാകുന്നത് ഈ ഞായറാഴ്ചകളിലെയും ഇടദിവസങ്ങളിലെയും വായനകളിലൂടെയാണ്. അത് പൂർണ്ണമായ വായനകൾ, അതായത് ഞായറാഴ്ചകളിൽ പൂർണ്ണമായ വായനകൾ വായിക്കുമ്പോൾ ആ ദൈവവചനം മുഴുവനും കൂടുതൽ വ്യക്തമായി കേൾക്കുവാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ആ വായനകൾ പൂർത്തീകരിച്ച് പൂർണ്ണമായും അതിൽ ഓപ്ഷൻ ഉപയോഗിക്കാതെ തന്നെ പൂർണ്ണമായി വായിക്കുമ്പോൾ തന്നെ അത് വലിയൊരു പ്രഘോഷണമായിരിക്കും. മറ്റൊന്നുള്ള വലിയ നോമ്പിൻ്റെ വലിയ പ്രത്യേകത നമുക്കറിയാം. നമ്മളുടെ മംഗളവാർത്തക്കാലം മുതൽ വലിയ നോമ്പ് കഴിയുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ചൊല്ലുന്ന അനാഫറ, കൂദാശ മാർ തിയഡോറിൻ്റെ അനാഫറയാണ്. പ്രത്യേകിച്ച് നോമ്പുകാലത്തോടെ സംബന്ധിച്ച് പറയുകയാണ്, ഈശോയുടെ പീഡാനുഭവവും മരണവും ഉയിർപ്പും കർത്താവിൻ്റെ പീഡാസഹനത്തെയും എല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു അനാഫറയാണ്. അപ്പോൾ അതിൽ തന്നെയും ആ അനാഫറയും ഇതുപോലെ പൂർണ്ണമായും ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മുഴുവനും അതൊരു കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണല്ലോ. അത് വെട്ടിച്ചുരുക്കി ചെല്ലത്തക്ക രീതിയിലുള്ള ക്രമീകരണം എല്ലാവർക്കും എല്ലായിടത്തും ഒരു സ്വീകാര്യത ലഭിക്കുവാൻ വേണ്ടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും പൂർണ്ണമായും അത് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ അങ്ങോട്ട് രക്തരഹിതമായ ബലി, അങ്ങോട്ട് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ആ ഒരു ആശയം അവസാനം വരെയും തുടരുകയാണ്. അതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഭാഗങ്ങൾ, ചിലതൊക്കെ ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഓശാന ഗീതത്തിന് ശേഷമുള്ള ഓരോ വ്യക്തിയും ദൈവം ആരാണ് ഇന്ന് പലർക്കും സംശയമാണ്. ട്രിനിറ്റി, ആ ദൈവത്തെ മനസ്സിലാക്കാതെ ഉള്ള അവസരത്തിൽ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഏറ്റുപറയുന്ന, അപ്പം ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് നമ്മളുടെ കുർബാന അർപ്പണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ വിട്ടുകളയാതെ തന്നെ പൂർണ്ണമായും അത് ചൊല്ലുമ്പോൾ അത് വളരെ അർത്ഥവത്തായിത്തീരും. അങ്ങനെ പ്രാർത്ഥനയുടെ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സഭ ആവശ്യപ്പെടുന്ന ഈ നോമ്പ് കാലത്ത് സഭയുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമുക്കറിയാം പ്രാർത്ഥനകൾ സാധിക്കുമെങ്കിൽ മറ്റ് യാമങ്ങളിലൂടെയുള്ള പ്രാർത്ഥനകൾ, അവയെല്ലാം അനുഷ്ഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു റിഥം, പ്രാർത്ഥനയുടെ ഒരു താളക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നമ്മളുടെ മനസ്സ് പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കും. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിന് ആരാധനക്രമ പാരമ്പര്യങ്ങളിലുമുള്ള ലാളിത്യം കഴിയുന്നതും ഒപ്പിയെടുക്കുവാൻ, സ്വീകരിക്കുവാൻ, പ്രായോഗികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം ഫലദായകമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.